ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ചെമ്പരന്തർ പൂവിലെ സച്ചിയുടെയും രേവതിയുടെയും വരാൻ പോകുന്ന ആഴ്ചയിൽ നല്ലൊരു കഥ കേൾക്കാം. അങ്ങനെ നമ്മുടെ ഫെബിൻ്റെ അച്ഛനും അമ്മാവനും കൂടി മാളുവിൻ്റെ വീട്ടിലോട്ട് വരികയാണ് വിവാഹം ഉറപ്പിക്കാനായിട്ട്. സച്ചിയും രേവതിയും ചേർന്ന് മാളുവിനെ തിരിച്ച് അശോകൻ്റെ വീട്ടിൽ കൊണ്ടുവന്നാക്കിയിട്ടുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി വന്ന് മാളുവിനെ കാണുകയാണ്. അങ്ങനെ മാളുവിനെ കാണുന്ന ഫെബിൻ്റെ അച്ഛനും അമ്മാവനും ഇഷ്ടപ്പെടുന്നുണ്ട്. ഫെബിൻ്റെ അമ്മാവൻ നമ്മുടെ ശ്രുതിയുടെ മലേഷ്യൻ ഇളയച്ചനാണ്. ജയപ്രകാശ് എന്നായിരുന്നു പുള്ളിയുടെ യഥാർത്ഥ പേര്. പുള്ളിക്ക് അഭിനയ മോഹം ഇച്ചിരി കൂടുതലുള്ളതുകൊണ്ട് ആദ്യം അഭിനയിച്ച നാടകത്തിലെ കഥാപാത്രത്തിൻ്റെ പേരാണ് ബീരാൻ. അങ്ങനെയാണ് പുള്ളി ബീരാൻ എന്നറിയപ്പെടുന്നത്. പെൺകുട്ടിയെ കാണുന്നതും ബീരാൻ പറയുന്നത് ആഹാ ഇതാണല്ലോ നമ്മുടെ മരുമോള് എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നു എന്തായാലും ഞങ്ങൾക്ക് സന്തോഷമായി, പെൺകുട്ടിയൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ചുറ്റുപാടുമൊക്കെ. അപ്പം നമുക്കിനി വെച്ച് താമസിപ്പിക്കേണ്ട, എത്രയും പെട്ടെന്ന് തന്നെ വിവാഹം ഡേറ്റ് എടുക്കാമെന്ന് പറയും. അതേ വിവാഹത്തിന് ഡേറ്റ് എടുക്കുമ്പോൾ എൻ്റെ സുഹൃത്തിൻ്റെ മക്കളും കൂടി വേണം, അതാണ് അവർ കാരണമാണ് ഇപ്പോൾ എനിക്കെൻ്റെ മോളെ തിരിച്ച് കിട്ടിയെന്ന് പറയും. അപ്പോൾ ഫെബിൻ്റെ അച്ഛൻ പറയും അത് ശരിയാണ്, അവരുടെ സംസാരത്തിലാണ് ഞാനും വീണ് പോയത്, ഇങ്ങനെയും മനുഷ്യരെ മനസ്സിലാക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ടെന്നൊക്കെ ചോദിക്കും. അതേ വളരെ നല്ല മനസ്സിനുടമകളാണ് എൻ്റെ രവിയുടെ മക്കളെന്നൊക്കെ പറയും. അപ്പോഴും പേരവിടെ പറയുന്നില്ല. അപ്പം എനിക്ക് ഡേറ്റ് എടുക്കുന്നതിന് മുമ്പ് അവരുടെ കൂടി ഉണ്ടെങ്കിൽ സന്തോഷമായിരുന്നു. അങ്ങനെ ഫെബിൻ്റെ അച്ഛൻ പറയും ശരി, അവരെയും കൂടി വിളിക്കാൻ പറയും. അങ്ങനെ സച്ചിയെ അശോകൻ വിളിക്കുന്നുണ്ട്. മോനെ ഞങ്ങൾ വിവാഹത്തിൻ്റെ ഡേറ്റ് എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്, അടുത്ത ഞായറാഴ്ച തന്നെ നടത്താമെന്നാണ് തീരുമാനിക്കുന്നതൊക്കെ പറയും. നിങ്ങൾ കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഒരു സന്തോഷമായിരുന്നേനെ. അയ്യോ അങ്കിളെ ഞാനൊരു ട്രിപ്പ് പോവുക, ഇച്ചിരി ലോങ് ആണ്. അപ്പോൾ രേവതിക്കും ഇച്ചിരി തിരക്കുണ്ട്. കുഴപ്പമില്ല അങ്കിളെ, കല്യാണത്തിനെല്ലാം ഞങ്ങൾ രണ്ടും ഓളിനോളോട് അവിടെ തന്നെ കാണും, പിന്നെ നമ്മുടെ വീട്ടുകാരും കാണുമല്ലോ, അതുകൊണ്ട് ഡേറ്റൊക്കെ നിങ്ങളങ്ങ് എടുത്തോ, ഞങ്ങൾ ഇടയ്ക്ക് ഒരു ദിവസം അങ്ങോട്ട് വരാമെന്ന് പറയും. ഇപ്പോൾ ഇച്ചിരി തിരക്കായി പോയോടെ അങ്കിളെ പറയും. എങ്കിൽ ശരി മോനെ, കാര്യങ്ങളൊക്കെ നടക്കട്ടെ എന്ന് പറയും. അപ്പോൾ അവർക്ക് ഇച്ചിരി തിരക്കുണ്ട്, നമുക്ക് ഡേറ്റ് ഫിക്സ് ചെയ്യാമെന്ന് പറയുമെങ്കിൽ നമുക്ക് വരുന്ന ഞായറാഴ്ച തന്നെ വിവാഹത്തിനുള്ള ഡേറ്റ് എടുക്കാം, ഇനിയിപ്പോൾ നിശ്ചയം നടത്തേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ അതെല്ലാം പറഞ്ഞ് തീരുമാനമായി. എത്രയും പെട്ടെന്ന് തന്നെ വരുന്ന ഞായറാഴ്ച തന്നെ കല്യാണം നടത്താമെന്ന് തീരുമാനിക്കുന്നു. ട്രിപ്പെല്ലാം കഴിഞ്ഞ് സച്ചി വീട്ടിലോട്ട് വരുന്നുണ്ട്. വീട്ടിലോട്ട് വരുന്ന സച്ചി അശോകൻ വിളിച്ച കാര്യമൊക്കെ പറയുന്നുണ്ട്. അശോകനെങ്കിൽ വിളിച്ചിരുന്നു, വരുന്ന ഞായറാഴ്ച കല്യാണം നടത്താമെന്നാണ്. ഫെബിൻ്റെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മാവനും ഒക്കെ വന്നിരുന്നു. അവർക്കുമൊക്കെ മാളുവിനെ ഇഷ്ടപ്പെട്ടെന്ന് പറയും. അത് ശരിയാ, എന്തായാലും അവൻ അന്ന് ഇവിടെ വന്നിരുന്ന് കരഞ്ഞ ആ ഒരു ദിവസം എനിക്കത് ഓർക്കാൻ പോലും പറ്റുന്നില്ല എന്നൊക്കെ പറയും. എന്തായാലും എല്ലാം നടന്നില്ലേ, എല്ലാം നീ കാരണമാണ് മോനെ എന്നൊക്കെ പറയും. അശോകൻ എന്നെ വിളിച്ചിരുന്നു, നിന്നെക്കുറിച്ച് പറഞ്ഞു, നിന്നെപ്പോലും മോനെ കിട്ടിയ ഞാൻ ഭാഗ്യവാനാണ്, നീയും രേവതി മോളും ഉള്ളതുകൊണ്ടാണ് അവർക്ക് മാളവിക തിരിച്ച് കിട്ടിയെന്നൊക്കെ പറഞ്ഞെന്ന് പറയും. അപ്പോൾ ഇനി എങ്ങനെ വെച്ചാൽ കല്യാണം നമ്മൾ നല്ല അടിച്ചു പൊളിച്ച് നടത്തുമല്ലോ, ഇനി അവർ നമ്മുടെ ബന്ധുക്കളല്ലേ എന്ന് പറയും. ഉടനെ ചന്ദ്രമതി അങ്ങോട്ട് വരുവാണ്. ബന്ധുക്കൾ ഏത് വകയിൽ? രവി എനിക്ക് എൻ്റെ കൂടെ പിറന്ന സഹോദരൻ തന്നെ, അവൻ്റെ മകളെ കെട്ടുന്നവർ നമുക്ക് നമ്മുടെ ബന്ധുക്കളാണെന്ന് പറയും. പിന്നെ അച്ഛാ നമ്മളെന്തെങ്കിലും സഹായിക്കേണ്ടതെന്ന് ചോദിക്കും. പിന്നെ എന്തെങ്കിലും നല്ല രീതിയിൽ സഹായിക്കണം, കാരണം അവനിപ്പം റിട്ടയർമെൻറ്റ് ജീവിതം നയിക്കുമല്ലയോ, പിന്നെ ഒരു പെൺകുട്ടിയെ ഇറക്കി വിടുന്ന ബുദ്ധിമുട്ട് നമുക്ക് അറിയാമല്ലോ എന്ന് പറയും. ഉടനെ ചന്ദ്രമതി പറയും എന്ത് ബുദ്ധിമുട്ട്, അവർക്ക് അറിയത്തില്ലേ പെൺകുട്ടികളുള്ള കാര്യം, അതുകൊണ്ട് അവരങ്ങ് ചെയ്തോളൂ എന്ന് പറയും, നിങ്ങൾ സഹായിക്കാനങ്ങ് നിൽക്കേണ്ട. അപ്പോഴത്തേക്ക് സച്ചി പറയും എൻ്റെ അച്ഛൻ്റെ ശമ്പളം ഉള്ളതുകൊണ്ട് നിങ്ങളെല്ലാം ചെയ്യുന്നു. അപ്പോൾ ചോദിക്കും അത് പിന്നെ നീ ഒന്നും മിണ്ടായിരിക്കും ചന്ദ്രേ, അശോകൻ്റെ ഭാര്യ ബിന്ദുവാണെങ്കിൽ സുഖമില്ലാത്തൊരു സ്ത്രീയും കൂടിയാണ്, അപ്പം നമ്മളെക്കൊണ്ട് മാക്സിമം നമ്മളെന്തെങ്കിലും ചെയ്തു കൊടുക്കണമെന്ന് പറയും. എങ്കിൽ വെച്ചാൽ നമുക്ക് എന്തെങ്കിലും മാന്യമായിട്ട് ചെയ്യാമെന്ന് പറയും. ശരി മോനെ എന്ന് പറയും. അതൊന്നും ചന്ദ്രമതിക്ക് അങ്ങോട്ട് ഇത്ര ഇഷ്ടപ്പെടുന്നില്ല. ഉടനെ പറയും ചന്ദ്രേ നിനക്കൊരു പെൺകുട്ടി ഉണ്ടായിരുന്നെങ്കിൽ നീ ഇങ്ങനെ ഒരു അഭിപ്രായം പറയത്തില്ല എന്ന് പറയും. എനിക്ക് പെൺകുട്ടി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ നല്ല അന്തസ്സായിട്ട് കെട്ടിച്ചു വിട്ടേനെന്ന് പറയും. എൻ്റെ അച്ഛൻ്റെ കൈ കാശുള്ളതുകൊണ്ട് അന്തസ്സായിട്ട് കെട്ടിച്ചു വിടുന്നു. സച്ചി പറയും നീ പോടാ എന്ന് പറഞ്ഞ് സച്ചിയെ വഴക്ക് പറഞ്ഞുകൊണ്ട് ചന്ദ്രയെ എങ്ങും അവൾ പറഞ്ഞു നിങ്ങൾ കാര്യമാക്കണ്ടെന്ന് പറയും. അത് കഴിഞ്ഞ് രേവതിയും സച്ചിയും കൂടി ഇങ്ങനെ റൂമിലിരിക്കുകയാണ്. ആ സമയത്ത് പറയും സച്ചിയേട്ടാ കല്യാണത്തിൻ്റെ ഡേറ്റിംഗ് അടുക്കാറായി, എന്താ നമ്മൾ സഹായം ചെയ്യുന്നവർക്ക്, എന്ത് ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നത്? എൻ്റെ കയ്യിൽ കുറച്ച് പൈസയുണ്ട്, നമുക്കത് അച്ഛനെ ഏൽപ്പിക്കാം, എന്നിട്ട് അച്ഛൻ അശോകൻ ഞങ്ങളുടെ കയ്യിൽ ഒരു തുകയായിട്ടാൻ കൊടുക്കട്ടെ എന്ന് പറയും. അത് ശരിയാണ്, കല്യാണ സമയമായിട്ട് അവർക്ക് പൈസയ്ക്കല്ലേ നല്ല ആവശ്യമെന്ന് പറയും. അങ്ങനെ അവരുടെ കയ്യിലുള്ള പൈസ അവർ കൊണ്ടുചെന്ന് രവീന്ദ്രനെ ഏൽപ്പിക്കുന്നുണ്ട്. അച്ഛാ ഇത് ഞങ്ങളെ കൊണ്ട് പറ്റാവുന്നതിൻ്റെ മാക്സിമം ഉണ്ട്, ഇത് നമുക്ക് അശോകനങ്ങളെ ഏൽപ്പിക്കാം, കല്യാണമല്ലേ അവർക്ക് പൈസയ്ക്കല്ലേ നല്ല ആവശ്യമെന്ന് പറയും. അത് ശരിയാണ് മക്കളെ, നമുക്ക് ഈ തുക അശോകനെ ഏൽപ്പിക്കാമെന്ന് പറയും. അങ്ങനെ അവരെല്ലാവരും കൂടി അശോകൻ്റെ വീട്ടിലോട്ട് ചെല്ലുന്നുണ്ട്. അങ്ങനെ ആ പൈസ അവിടെ അശോകന് കൊടുക്കുമ്പോൾ അശോകൻ മേടിക്കത്തില്ല. രവി എന്താ നീ പറയുന്നത്, എനിക്കിതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഇത് ഞങ്ങൾ നിനക്ക് തരുന്ന ഒരു സമ്മാനമായിട്ട് നീ കരുതണ്ട, ഞാൻ എൻ്റെ മകൾക്ക് കൊടുക്കുന്ന ഒരു കല്യാണ സമ്മാനം എന്ന് കരുതിയാൽ മാത്രം മതി, എൻ്റെ സ്വന്തം മകൾ തന്നെയല്ലേ മാളു എന്ന് പറയും. എൻ്റെയും നിൻ്റെ മക്കളെന്ന് കരുതിയുണ്ടോ? അതേടാ, എനിക്ക് ഈ ഒരു സമയത്ത് എനിക്ക് മനസ്സിലായി സച്ചിയുടെ വില എന്തോന്നുള്ളത്, സച്ചി എനിക്ക് പിറക്കാതെ പോയി എൻ്റെ മകൻ തന്നെ എന്ന് സച്ചിയെ അങ്ങ് ചേർത്ത് പിടിക്കുകയാണ്. അപ്പോഴത്തേക്ക് രേവതിക്ക് അങ്ങ് കണ്ണൊക്കെ അങ്ങനെ അറിയുന്നുണ്ട്. ഈ തുക നിൻ്റെ ഇരിക്കട്ടെ,
നിനക്ക് ഈ സമയത്ത് ഇത് വളരെ ആവശ്യമായി വരുമെന്നൊക്കെ പറയും. അത് കഴിഞ്ഞാൽ അങ്കിളെ പിന്നെ മണ്ഡപത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാനാ ചെയ്യുന്നത്, അതിന് അങ്കിൾ ഒരു പൈസ പോലും ചിലവാക്കണ്ടെന്ന് പറയും. മോളെന്തായി പറയുന്നത്? ഇതിനൊക്കെ ചിലവുള്ളതല്ലേ മോളെ, മണ്ഡപത്തിന് പൂവും ഒക്കെ മേടിക്കണ്ടായോ? അതൊന്നും സാരമില്ല, അതൊക്കെ ഞാൻ ചെയ്തോളാം, ഇതെൻ്റെ സ്വന്തം അനിയത്തിക്കുട്ടിക്ക് കൊണ്ട് ചെയ്യുന്നേ എന്ന് പറയും. പിന്നെ ശ്രുതിയാണ് ബ്യൂട്ടീഷ്യൻ വർക്കൊക്കെ ചെയ്യുന്നത്. ശ്രുതി പറയും മേക്കപ്പൊക്കെ ഞാൻ ചെയ്തോളാം, അതുകൊണ്ട് ആ ചിലവും അശോകൻ ഒഴിവാക്കി കിട്ടി. അങ്ങനെ പറയും എങ്കിൽ ഇനി എന്താ താമസം, ഇനി കല്യാണം നമ്മളങ്ങ് അടിച്ചു പൊളിച്ച് നടത്തുമെന്ന് പറയും. അങ്ങനെ നല്ല ഗ്രാൻഡായിട്ടൊരു കല്യാണം ഇതാണ് അവിടെ നടക്കുന്നത്. ആ സമയത്ത് പിറ്റേ ദിവസമേ കല്യാണത്തിന് പോകാനൊക്കെ വേണ്ടി ശ്രുതിയും എല്ലാവരും റെഡിയായിട്ട് മണ്ഡപത്തിലോട്ട് വരികയാണ്. ആ സമയത്താണ് ചെറുക്കനും ചെറുക്കൻ്റെ അച്ഛനും അമ്മാവനും ഒക്കെ വരുന്നത്. ആ സമയത്ത് ആരും ബീരാനെ കാണുന്നില്ല. അങ്ങനെ ചെറുക്കനെ വന്ന് സച്ചിയും രവീന്ദ്രനും എല്ലാവരും കൂടി വന്ന് ചെറുക്കനെ എതിരേറ്റ് മണ്ഡപത്തിലോട്ട് കയറ്റുകയാണ്. അതിനുശേഷം ശ്രുതിയാണ് പെൺകുട്ടിയെ മേക്കപ്പൊക്കെ ചെയ്യുന്നത്. അങ്ങനെ എല്ലാവരും ഓട്ടോത്തോടൊക്കെ ക്ഷണിച്ച് വരുന്ന ഗസ്റ്റിനെ എല്ലാവരും സ്വീകരിക്കുകയാണ്. അങ്ങനെ ശ്രുതി പുറത്തിറങ്ങി നിൽക്കുമ്പം വളരെ യാദൃശ്യമായിട്ട് ബീരാനെ അവിടെ കാണുന്നുണ്ട്. ശ്രുതി ശ്രദ്ധിച്ച് നോക്കുമ്പോൾ ബീരാൻ തന്നെ. ഉടനെ ബീരാനെന്ന് ഇങ്ങനെ ശ്രുതി വിളിക്കുമ്പം ബീരാൻ തിരിഞ്ഞു നോക്കുകയാണ്. ഇത് അവളല്ലേ ശ്രുതി, ഇവളെന്താ ഇവിടെ? ആ ചോദിക്കും, അല്ല ബീരാനെ നിങ്ങളെന്താ ഇവിടെ? ഞാനോ? അല്ല നീ എന്താ ഇവിടെ നിന്ന് ആദ്യം പറ. അത് എൻ്റെ അച്ഛൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെ മകളുടെ കല്യാണമാണ്. അല്ല നിങ്ങളോ? ഇതെൻ്റെ മരുമോൻ്റെ കല്യാണമെന്ന് പറയും. മരുമോനോ? ആ എൻ്റെ പെങ്ങളെ മോൻ്റെ കല്യാണമെന്ന് പറയും. അയ്യോ നിങ്ങൾ ഈ സമയത്ത് ഇവിടെ കണ്ട പ്രശ്നമാണ്. സച്ചിൻ രേവതി ഉൾപ്പെടെ വീട്ടിൽ നിന്ന് എല്ലാവരും കല്യാണത്തിന് വന്നിട്ടുണ്ട്. എൻ്റെ പൊന്ന് ബീരാനെ എൻ്റെ ജീവിതം നശിപ്പിക്കരുത്. നിങ്ങൾ എൻ്റെ മലേഷ്യൻ അലേശനാണെന്ന് എല്ലാവർക്കും അറിയത്തുള്ളൂ. നിങ്ങൾ ഈ സമയത്ത് ഇവിടെ കണ്ട പ്രശ്നമാവും. ദൈവത്തെ ഓർത്ത് നിങ്ങൾ എവിടെയെങ്കിലും പോയെന്ന് വിളിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി അങ്ങ് കാല് പിടിക്കുകയാണ്. നീ എന്തൊക്കെയാണ് ശ്രുതി പറയുന്നത്? എൻ്റെ പെങ്ങളുടെ ഒരേ ഒരു മോൻ്റെ കല്യാണമാണ്. ഈ സമയത്ത് ഞാൻ മാറി നിൽക്കാനോ? ഞാൻ മുൻകൈ എടുത്തേ കല്യാണം നടത്തുന്നത്. എനിക്ക് മാറി നിൽക്കാനൊന്നും പറ്റത്തില്ല. അയ്യോ ബീരാനെ പ്ലീസ് നിങ്ങൾ എന്നെ ചതിക്കരുത്, എൻ്റെ ജീവിതം കൊണ്ട് നിങ്ങൾ കളിക്കരുതെന്ന് പറയും. ചേട്ടാ നിന്നെയൊക്കെ ഒരു സഹായം ചെയ്ത് തന്നതിൻ്റെ പുറമെ ഞാൻ എന്തൊക്കെ അനുഭവിക്കണമെന്നറിയാവോ? ആ സച്ചിയുടെ മുൻപിൽ പോലും പെടാതെ ഞാൻ ഒളിച്ചു നടക്കുക. നീ കാരണം, ആ മീര ഇതിനെല്ലാം കാരണം. നിന്നെ സഹായിക്കാൻ വന്ന തൊട്ട് എനിക്ക് കഷ്ടകാലമാണെന്ന് പറയും. ബീരാനെ ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം, ദൈവത്തെ ഓർത്ത് എൻ്റെ ജീവിതം നശിപ്പിക്കരുത്. നിങ്ങൾ ഈ സമയത്ത് ഇവിടെ കണ്ട പ്രശ്നമാവും. വീട്ടിൽ നിന്ന് എല്ലാവരും വന്നിട്ടുണ്ട്. എൻ്റെ അമ്മായിയമ്മ എങ്ങനെ പറഞ്ഞാൽ പിന്നെ പറയണ്ട. ആൻറ്റി ആണെങ്കിൽ എന്നെ മിക്കവാറും അവിടെ നിന്ന് ഇറക്കി വിടുമെന്ന് പറയും. ഇതൊരു കഷ്ടമാണെന്ന് പറയും. എനിക്ക് പറ്റത്തില്ല, ഞാൻ ഇവിടുന്ന് മാറത്തില്ലെന്ന് പറയും. അങ്ങനെ ശ്രുതി കാല് കെട്ടിപ്പിടിച്ച് കാല് വിടത്തില്ല. അങ്ങനെ കിടന്ന് കരയാണ്. ആ സമയത്ത് തൽക്കാലത്തേക്ക് ബീരാൻ അങ്ങോട്ടൊന്ന് മാറി നിൽക്കാൻ പറയും. ഈശ്വരനെ ഓർത്ത് കുറച്ച് നേരത്തെ കല്യാണം കഴിയുന്നവരെങ്കിലും ഒന്ന് മാറി നിൽക്കാൻ പറയും. അങ്ങനെ ബീരാൻ തൽക്കാലത്തേക്കൊന്ന് മാറി നിൽക്കും. ആ സമയത്ത് ജയപ്രകാശിനെ അന്വേഷണം നടക്കുകയാണ്. ജയപ്രകാശ് തന്നെയാണ് ബീരാൻ. ജയപ്രകാശിനെ അന്വേഷിച്ച് ഫെബിൻ്റെ അച്ഛൻ നടക്കുകയാണ്. കാണത്തില്ല അവിടെ അങ്ങും. കുറച്ച് നേരത്തെ ഒരു ആശ്വാസം എന്ന് കരുതി ശ്രുതി ഇങ്ങനെ അവിടെ ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുന്നുണ്ട്. അങ്ങനെ പെണ്ണിനെയൊക്കെ ഒരുക്കി കല്യാണമൊക്കെ ഫെബിൻ മാളവിൻ്റെ കഴുത്തിൽ താലിയൊക്കെ ഇട്ട് കല്യാണ ഫംഗ്ഷനെല്ലാം കഴിയും. കഴിഞ്ഞതിന് ശേഷം അനുഗ്രഹം കൊടുക്കാനായിട്ട് വെറ്റയും ബാക്കോലും എടുത്തു വെച്ചുകൊണ്ട് നിൽക്കുകയാണ്. ആ സമയത്ത് അളിയനെ കാണത്തില്ല. അളിയാന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുകയാണ്. കാണത്തിൽ നോക്കുമ്പോൾ മണ്ഡപത്തിന് പുറകിലായിട്ട് നിൽക്കുകയാണ്, ഒളിച്ച് നിൽക്കുകയാണ്. അല്ല അളിയനെന്താ ഇവിടെ നിൽക്കുന്ന? എനിക്കൊരു ഫോൺ കോൾ വന്ന്. എന്തോ അളിയാ ഇത്? അവിടെ കുട്ടികളുടെ കല്യാണം കഴിഞ്ഞു, അനുഗ്രഹം കൊടുക്കാനായിട്ട് അമ്മാവൻ വേണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട്, അനുഗ്രഹിക്കണ്ടേ വാ എന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ചുകൊണ്ട്, അല്ല ഞാൻ വന്നേക്കാം അളിയൻ പൊയ്ക്കോ, പറ്റത്തില്ല ഇനി വന്നേന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ച് വലിച്ചങ്ങ് അങ്ങോട്ട് കൊണ്ടുവരുവാണ്. ആ സമയത്ത് നമ്മുടെ മാളുവിൻ്റെ അച്ഛനവിടെ നിൽപ്പുകൊണ്ട് അല്ല ഇത് ആരാന്ന് ചോദിക്കും. ഇതോ? ഇത് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് രവി, അറിയാവോ? അല്ല കണ്ടൊരു മുഖപരിചയം എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം പിന്നെയും അവിടുന്ന് എസ്കേപ്പ് ആവാൻ വേണ്ടി ഇങ്ങനെ തിരിഞ്ഞിരി നിൽക്കുകയാണ്. ആ സമയത്താണ് പിന്നെ അളിയനത് എവിടെ പോകുമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെയും ഫെബിൻ്റെ അച്ഛൻ വിളിക്കുന്നുണ്ട്. ആ സമയത്ത് സച്ചിയും രേവതിയും തിരിഞ്ഞു നോക്കുന്നുണ്ട്. കാണുന്നത് മലേഷ്യൻ ഇളയച്ചനെയാണ്. അല്ല ഇത് ശ്രുതിയുടെ ഇളയച്ചനല്ലേ മലേഷ്യ, ഇദ്ദേഹം എന്താ ഇവിടെ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചിയും രേവതിയും ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. ആ സമയത്ത് ഫെബിൻ്റെ അച്ഛനും അങ്ങോട്ട് വാ അളിയാന്ന് പറയും. അല്ല ഇത് നിങ്ങളുടെ ആരാ? അയ്യോ ഇത് മനസ്സിലായില്ലേ, ഇതാണ് ജയപാലനളിയൻ. ജയപ്രകാശ്. ആ അതെ എൻ്റെ അളിയനാന്ന് പറയും. ഫെബിൻ്റെ ഒരേ ഒരു അമ്മാവനല്ലേ ഈ കല്യാണത്തിന് മുൻകൈ എടുത്തതെന്ന് പറയും. ഓ ഹാ ശരിയെന്ന് പറയും. അപ്പോഴത്തേക്ക് നമ്മുടെ ബീരാനങ്ങ് പേടിച്ച് വിറച്ച് നിൽക്കുകയാണ്. കാരണം ഇവരുടെ മുമ്പിൽ പെട്ടുപോയി, ഇനി ഒന്നും പറയാനും പറ്റത്തില്ല. ആരെയും കാണാതെ ഒളിച്ചു നിന്നതായിരുന്നു. എന്തായാലും അപ്പോൾ ഇതാണ് ജയപ്രകാശ്. ജോലി എന്താ? അത് ഈ ഇറച്ചിക്കട നടത്തുകയെന്ന് പറയും. പുള്ളി ഭയങ്കര അഭിനയ കമ്പോള ആളാന്നൊക്കെ പറയും. അപ്പോഴത്തേക്ക് ഇങ്ങനെ നമ്മുടെ ബീരാനിങ്ങനെ ചിരിച്ചുകൊണ്ടൊക്കെ നിൽക്കും. ശരി എങ്കിൽ ശരി അനുഗ്രഹം കൊടുക്കുക. അപ്പോഴത്തേക്ക് സച്ചിക്കും രേവതിക്കും മനസ്സിലാവും ശ്രുതിക്ക് മലേഷ്യയായിട്ട് യാതൊരു ബന്ധവും ഇല്ലെന്നും മലേഷ്യയിലുള്ള ഇളയച്ചൻ എന്ന് പറഞ്ഞ് കൊണ്ടുവന്നത് ഒരു നാടക നടനാന്നുള്ളതൊക്കെ സച്ചിക്കും രേവതിക്കും അവിടെ തെളിയിക്കപ്പെടുന്നുണ്ട്. അതിനുശേഷം അനുഗ്രഹം കൊടുക്കാനായിട്ട് പോകും. ആ സമയത്തൊക്കെ ബീരാനിങ്ങനെ
സച്ചിൻ രേവതി ഇങ്ങനെ നോക്കിക്കൊണ്ട് പേടിച്ച് നിൽക്കുകയാണ്. ആ സമയത്ത് കല്യാണ ഫംഗ്ഷൻ എല്ലാം കഴിയും. അവർ ഒരു കല്യാണത്തിന് ഒരു പ്രശ്നങ്ങൾ സച്ചിൻ രേവതി ഉണ്ടാക്കത്തില്ല. അതെല്ലാം കഴിയട്ടെ എന്ന് കരുതി അവർ മിണ്ടാതിരിക്കും. കല്യാണം എല്ലാം കഴിഞ്ഞ് ശ്രുതി വളരെ സന്തോഷമായിട്ട് വീട്ടിലോട്ട് വരികയാണ്. ഓ, എന്തൊരാശ്വാസം, എന്തായാലും ബീരാനിയൊന്നും ആരുടെ കണ്ണിലും പെട്ടില്ല, സമാധാനമായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സന്തോഷം വീട്ടിലോട്ട് വരികയാണ്. കുറച്ച് കഴിഞ്ഞാണ് സച്ചിൻ രേവതിയും വരുന്നത്. ആ സമയത്ത് കോളിംഗ് ബെല്ലടിക്കും. കോളിംഗ് ബെല്ലടിക്കുമ്പോൾ കതക് തുറക്കുന്നത് ശ്രുതിയാണ്. ശ്രുതി കതക് തുറക്കുന്നതും കാണുന്നത് നമ്മുടെ ബീരാനെയാണ്. ബീരാനെയും കൂട്ടിക്കൊണ്ട് സച്ചിൻ രേവതി അങ്ങോട്ട് വന്നിട്ടുണ്ട്. ശ്രുതിയുടെ വിചാരം ബീരാനെ ആരും കണ്ടില്ലെന്നാണ്. പക്ഷേ കാണാൻ ആൾക്കാരുടെ കൺമുൻപിൽ തന്നെയാണ് ബീരാൻ ചെന്ന് പെട്ടത്. രണ്ടുപേരും ബീരാനെയും കൂട്ടിക്കൊണ്ട് വീട്ടിലോട്ട് കയറി വരികയാണ്. ശ്രുതി ആ നിമിഷം പെട്ടെന്നുള്ള അവസ്ഥയിൽ ഇങ്ങനെ പേടിച്ച് വിറച്ച് നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ വിശേഷങ്ങളാണ് നമ്മൾ ഇനി വരുന്ന ദിവസങ്ങളിൽ കാണാൻ പോകുന്നത്. ഇനി ചന്ദ്രമതി അറിയണം തൻ്റെ മൂത്ത മരുമകൾ മലേഷ്യയിലെ കോടീശ്വരിയല്ല, ഒരു പാവം പിടിച്ച വീട്ടിലെ പെൺകുട്ടിയാണെന്നുള്ളതൊക്കെ. അപ്പോൾ അതിൻ്റെയൊക്കെ വിശേഷങ്ങളാണ് നമ്മൾ ഇനി വരുന്ന ദിവസങ്ങളിൽ കാണാൻ പോകുന്നത്. അപ്പോൾ അതിനായി നമുക്ക് കാത്തിരിക്കാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. നന്ദി.